Welcome to Mr. Renji Educational YouTube channel. Please watch, share, subscribe and click bell icon for further use. നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. മിസ്റ്റർ രഞ്ജി എന്ന എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് 8ാം ക്ലാസ്സിലെ ഫിസിക്സ് മോഷൻ എന്ന ചാപ്റ്ററാണ്. ഇതിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നോക്കാം, യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. അപ്പോൾ ഇതിലൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ, നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ട്. അതൊരു കാറിൻ്റെ മോഷനാണ് അതിൽ വരച്ചിരിക്കുന്നത്. എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്നത് ഓരോ പൊസിഷനാണ്. അതിന് ഓരോ പൊസിഷൻ ആ ടൈമിലുണ്ടാകുന്ന ടൈമും അതോടൊപ്പം അത് സഞ്ചരിച്ച ഡിസ്റ്റൻസുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം അതിൽ എങ്ങനെയുണ്ടാകും. എ എന്ന് പറയുന്നത് 0 പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരിക്കുന്നത് 20 മീറ്റർ ആണ്. അതായത് 4 സെക്കൻഡ് കഴിഞ്ഞപ്പം 40 മീറ്റർ ആണ്. 6 സെക്കൻഡ് കഴിഞ്ഞപ്പം 60 മീറ്റർ ആണ്. 8 സെക്കൻഡ് കഴിഞ്ഞപ്പം 80 മീറ്റർ ആണ്. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 100 മീറ്റർ. ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. എ ടു ബി എന്ന് പറയുന്ന സമയത്ത് നോക്കാം അവിടെ എങ്ങനെയായിരിക്കും. എ എന്ന് ബിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് കാറ് പോകുന്ന സമയത്ത് എന്തായിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 20 മൈനസ് 0 = 20 മീറ്റർ. ഓക്കെ, അവിടുത്തെ ടൈം 2 സെക്കൻഡ് അല്ലേ. അപ്പം 20/2 = 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ത് സ്പീഡ് എന്ന് പറയുന്നത്. 20 മീറ്റർ/2 = 10 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബി ടു സി എന്ന് പറയുന്ന സമയത്ത് നോക്കാം. 40 മൈനസ് 20 = 20. അഗൈൻ 20. 40 ബി സി ആണല്ലോ. 40 മൈനസ് 20 = 20 മീറ്റർ. ഓക്കെ, ദെൻ അവിടെ ഉള്ളത് ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ് = 4 മൈനസ് 2 = അഗൈൻ 2 സെക്കൻഡ്. സോ ഇവിടെ അതേപോലെ തന്നെ 20/2 = 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ബാക്കി നിങ്ങൾ നോക്കാം. അടുത്തതൊന്നും കൂടി പറയാം. 60 മൈനസ് 40 = 20 മീറ്റർ. ഇവിടെയും ടൈം 6 മീറ്റർ. 6 മൈനസ് 4 = 2 സെക്കൻഡ്. ഓക്കെ, ഇനി ഇ ഡി എന്ന് പറയുന്ന സ്ഥാനത്ത് ഇതേപോലെ 80 മൈനസ് 60 = 20 മീറ്റർ. 8 മൈനസ് 6 = 2 സെക്കൻഡ്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതേപോലെ തന്നെ 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ എല്ലാ സ്ഥലത്തും സ്പീഡ് ബാക്കിയും ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ സ്ഥലത്തും സ്പീഡ് എന്താണ്? സെയിം 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരേ എന്താണ് വേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് യൂണിഫോം സ്പീഡ് എന്ന് പറയും. യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത് അതായത് ഒരു നിശ്ചിത സെക്കൻഡിനുള്ളിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സെയിം എന്താണ് ദൂരം തന്നെയാണ് കവർ ചെയ്യുമെങ്കിൽ അതെന്താ പറയുക? അത് ഇറ്റ് ഈസ് എ യൂണിഫോം സ്പീഡ് എന്ന് പറയും. അതായത് ഒരു സമയത്തിൽ ഒരു നിശ്ചിത സമയത്തിൽ സെയിം സ്പീഡ് തന്നെയാണ് ഒരേ ഇന്റർവെല്ലിൽ സ്പീഡ് മൂവ് ചെയ്തെങ്കിൽ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് യൂണിഫോം സ്പീഡ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ നോക്കാം. ഇവിടെ എല്ലാത്തിലും യൂണിഫോം സ്പീഡിലാണ്. എല്ലാം ഒരേ ഇതിൽ തന്നെയാണ്, ഡിസ്റ്റൻസിലാണ്. ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ 2 സെക്കൻഡിനുള്ളിൽ എല്ലാ സ്ഥലത്തും എത്രയാണ്? 20 മീറ്റർ കടന്നു പോകുന്നത് അല്ലേ. അതുകൊണ്ട് അത് യൂണിഫോം സ്പീഡിലാണ്. അപ്പോൾ ഇനി വേറൊരു വിധത്തിൽ നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് നോക്കാം. ഈ കണ്ടീഷൻ നോക്കാം. ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡ് ആദ്യം 0 സെക്കൻഡ് ഇതേപോലെ തന്നെ വരച്ചിട്ടുണ്ട്. ചിത്രം നോക്കി കാണാം അല്ലേ. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് നോക്കിയാലോ. എ ബി എന്ന കണ്ടീഷനിൽ എന്തായിരിക്കും? 5 മീറ്റർ അല്ലേ. 5 മൈനസ് 0 = 5 മീറ്റർ. അങ്ങനെയാണ് എടുക്കേണ്ടത്. ബി മൈനസ് എ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഫൈനൽ എങ്ങനെയാണ് എടുക്കുക? രണ്ട് ഇതുണ്ടെങ്കിൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, അതാണ് അവിടുത്തെ എടുക്കുന്നത്. ഫൈനൽ പൊസിഷൻ എത്രയാണ്? ഇവിടെ എ ബിയിൽ ഫൈനൽ പൊസിഷൻ എത്രയാണ്? 5 മീറ്റർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എ അല്ലേ. അപ്പോൾ അവിടുത്തെയാണ് 0. 5 മൈനസ് 0 = 5 മീറ്റർ. അപ്പോൾ അവിടുത്തെ ടൈം എത്രയാണ്? 2 സെക്കൻഡ്. അതായത് 2 മൈനസ് 0 = 2 സെക്കൻഡ്.
ഇനി അടുത്തത് ബി സി എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പം ഫൈനൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ സിയിലാണ്. സി എന്ന് പറഞ്ഞാൽ 20 മീറ്റർ. 20 മൈനസ് ഇവിടെ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ. അപ്പോൾ 20 മൈനസ് 5 ഈക്വൽ ടു എത്ര? 20 മൈനസ് 5 ഈക്വൽ ടു 15 മീറ്റർ. ഓക്കെ. ദെൻ ടൈമോ 4 മൈനസ് 2 ഈക്വൽ ടു 2 സെക്കൻഡ്. അപ്പം എത്ര? 7.5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അല്ലേ? ഇനി അടുത്ത് സി ഡി എന്ന് പറയുന്നത് എത്രയാണ്? സി ഡി ഡി എന്ന് പറയുന്നത് 26 അല്ലേ? 26 മൈനസ് 20 ഈക്വൽ ടു അഗെയിൻ 6 മീറ്റർ. അതിൻ്റെ അത് എത്രയാണ്? 6 മൈനസ് 4 ഈക്വൽ ടു 2 സെക്കൻഡ്. ഓക്കെ. അവിടെ എത്രയാണ്? 6/2 ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ സ്പീഡ് നിങ്ങൾ കണ്ടെത്തുക. ബാക്കിയുള്ള 2 സ്പീഡ് ഞാൻ കണ്ടെത്തുക. ഞാൻ അതിൻ്റെ ഡിസ്റ്റൻസും ടൈമും പറഞ്ഞുതരാം. 18 അതായത് 44 മൈനസ് 26 ഈസ് ഈക്വൽ ടു 18 മീറ്റർ ആൻഡ് 8 മൈനസ് 6 ഈസ് ഈക്വൽ ടു 2 മീറ്റർ 2 സെക്കൻഡ്. ഇവിടെ എത്രയായിരിക്കും എന്ന് നോക്കാം. ഓൾറെഡി 9 ആണ്, ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത കേസിൽ എന്താണ്? 50 മൈനസ് 44 ഈസ് ഈക്വൽ ടു 6 മീറ്റർ ആൻഡ് എന്താണ് 10 മൈനസ് 8 ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ഇവിടെ എന്തായിരിക്കും എന്ന് അറിയാലോ? 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഉണ്ടാകും. ഓക്കെ. എന്തായാലും ഇതൊന്നും കൂടി നോക്കി നോക്കാം. അപ്പം ഇവിടെ ഈ കണ്ടീഷനിൽ നോക്കുക. ഇവിടെ എല്ലാ സ്പീഡും വ്യത്യസ്തമല്ലേ? സ്പീഡ് എല്ലാ കണ്ടീഷനിലും വ്യത്യസ്തമല്ലേ? ഇവിടെ രണ്ടും ഉണ്ട് നോക്കട്ടെ. എന്നാലും സ്പീഡുകൾ വ്യത്യസ്തമാണല്ലോ ഇവിടെ കിടക്കുന്നത്. അപ്പം ആ കണ്ടീഷനിൽ നമ്മൾ പറയുക യൂണിഫോം സ്പീഡ് അല്ല, എന്താണ്? നോൺ യൂണിഫോം സ്പീഡ്. ഓക്കെ. നോൺ യൂണിഫോം സ്പീഡ്. ഇപ്പം ഇങ്ങനത്തെ കണ്ടീഷനിൽ നോൺ യൂണിഫോം സ്പീഡ്, അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്താണ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അല്ല പോകുന്നത്, എന്താണ് വ്യത്യസ്ത ഇന്റർവൽ ഓഫ് ടൈം മൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് എ നോൺ യൂണിഫോം സ്പീഡ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ. ഇപ്പൊ ഇവിടെ നോക്കാം എന്താണ്? If a body in motion covers equal distance in equal interval of time, the body is said to have യൂണിഫോം സ്പീഡ്. അതായത് അങ്ങനത്തെ കേസിൽ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനെന്താ പറയും? നമ്മൾ യൂണിഫോം സ്പീഡ് എന്ന് പറയും. ഇഫ് ഇറ്റ് കവേഴ്സ് unequal distance in equal interval of time, the body is said to be non-uniform speed. അതായത് ഒരേ ഇന്റർവൽ ഓഫ് ടൈമിൽ എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, വ്യത്യസ്ത ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അത് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നു. ഓക്കെ. ഈ ചോദിക്കുന്നതാണ് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കാം. യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി നോക്കാം. അവിടുത്തെ കണ്ടീഷനിൽ എ എന്നൊരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന എത്ര? 500 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് അലോങ് എന്താണ്? അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒബ്ജക്റ്റ് എന്താണ്? കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ് എന്ത് ചെയ്യുന്നത്? ഈ എ എന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അതായത് യൂണിഫോം സ്പീഡിൽ ആണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ. യൂണിഫോം സ്പീഡ് ഇതിലാണ് പോകുന്നത്. അതായത് യൂണിഫോം വെലോസിറ്റി ആൻഡ് യൂണിഫോം സ്പീഡ് ഒക്കെ ഇത് സെയിം കണ്ടീഷനാണ്. ഓക്കെ. അടുത്ത കണ്ടീഷൻ എന്താണ്? ഡിസ്റ്റൻസ് എന്താണ്? അടുത്ത കേസിൽ പറയുന്നത് അടുത്ത ബി എന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എന്താണ്? 500 മീറ്റർ അലോങ് സ്ട്രെയിറ്റ് ലൈൻ. ഇതും സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് പോകുന്നത്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ അൺഈക്വൽ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അതായത് ഇവിടെ അൺഈക്വൽ ആയിട്ടാണ് കവർ ചെയ്യുന്നത്. ബി എന്ന ഒബ്ജക്റ്റ് 500 മീറ്റർ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്, പക്ഷേ അൺഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ട്രാവൽ ചെയ്യുന്നത് ബി. അപ്പം ഇനി അടുത്ത സി എന്ന ഒബ്ജക്റ്റ് നോക്കാം. സി എന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 500 മീറ്റർ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻ സർക്കുലാർ മോഷൻ. ആ ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിലാണെന്നുണ്ടാകുന്നത്. സർക്കുലാർ മോഷനിലാണ്. അപ്പൊ നോക്കാം, അങ്ങനത്തെ എല്ലാ മോഷനിലായാലും എന്താണ്? അങ്ങനത്തെ കേസിൽ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ്, അതായത് അതിന്റെ ഡയറക്ഷൻ ഇവിടുത്തെ എന്റെ കേസിൽ സ്ട്രേറ്റ് ലൈനാണ്, ബി സ്ട്രേറ്റ് ലൈനാണ്, പക്ഷേ ഇതെന്താണ്? യൂണിഫോം മോഷൻ ആണ്. അതായത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്. ഇത് നോൺ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്. ഇവിടുത്തെ കേസിൽ എന്താണ്? സർക്കുലാർ മോഷൻ ആണ്. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ആൾസോ ചേഞ്ചസ്. അങ്ങനത്തെ കേസിൽ ദ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. കാരണം എന്താ? ഇത് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് പോകുന്നത്, ഒരേ വേഗതയിൽ കോൺസ്റ്റന്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
ഇവിടുത്തെ കേസിലോ ബി എന്ന പൊസിഷനിൽ കോൺസ്റ്റന്റ് അല്ല, കുറച്ച് പോകുന്നു, കുറച്ച് നിർത്തുക, സ്പീഡ് കൂട്ടുക കുറയ്ക്കുക, കൂട്ടുക കുറയ്ക്കുക, കൂട്ടുക കുറയ്ക്കുക, അങ്ങനെ രീതിയിലാണ് പോകുന്നത് അല്ലേ. എന്നിട്ട് 500 മീറ്ററിൽ എത്തുകയാണ്. അപ്പോൾ അവിടെ എന്താവും, വെലോസിറ്റിക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നില്ലേ. ഇവിടെ വെലോസിറ്റി ചേഞ്ച് ഉണ്ട്, വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ? ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ഇവിടെ ഒരേപോലെ തന്നെയാണ് വെലോസിറ്റി പോകുന്നത്. എ എന്നത് വെലോസിറ്റി ഒരേപോലെയാണ്. ഇനി സി എന്ന കേസിൽ ഇതാ ഇവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് ഒരു കേർവ്ഡ് ആകുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് എന്ത് ചെയ്യും, വെലോസിറ്റി കുറയും. അല്ല, നിങ്ങൾ ഓട്ടോ മത്സരത്തിലൊക്കെ പങ്കെടുക്കാറില്ലേ, ഓടി കഴിഞ്ഞിട്ട് ഒരു കേർവ്ഡ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ വെലോസിറ്റി കുറയ്ക്കാതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്കിഡ് ചെയ്ത് വീണ് പോകും. അപ്പം അതേപോലെ സർക്കുലർ മോഷൻ്റെ കേസിൽ ഇവിടെ എന്ത് ചെയ്യും, വെലോസിറ്റി ചേഞ്ചസ് വരുന്നുണ്ടാവും. ഓക്കെ, if the direction of motion changes, the velocity is also change. Velocity is also change. Okay. ഇനി അടുത്ത a body has uniform velocity if it covers equal displacement in same direction in equal interval of time. ഇവിടത്തെ കേസിൽ ഡയറക്ഷൻ കൂടി നമുക്ക് പറയുന്നുണ്ട്. എന്താണ്, അതായത് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കണ്ടന്റ് നമുക്ക് പറയുന്നില്ല. കാരണം നമുക്ക് അതെന്തുകൊണ്ടാണ്, അവിടെ ഡയറക്ഷൻ വേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഈസ് എ ഓൺലി മാഗ്നിറ്റ്യൂഡ് മതി. ഇറ്റ് ഈസ് നോട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ യൂണിഫോം വെലോസിറ്റിക്ക് ഡയറക്ഷൻ നമുക്ക് കൊടുക്കാൻ, യൂണിഫോം സ്പീഡിന്റെ കേസിൽ ഡയറക്ഷൻ കൊടുക്കാഞ്ഞത്. ഇവിടുത്തെ കേസിൽ യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്ത് വേണം, ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സെയിം ഡയറക്ഷൻ. ഓക്കെ, എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി എപ്പോഴാണ്, if it covers equal displacement the same direction in equal interval of time. ഒരേ ഡയറക്ഷനിൽ എന്താണ്, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നേരത്തെ കേസിൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് എന്തായിരിക്കും, എന്താണ്, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഡയറക്ഷന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സെയിം ഡയറക്ഷൻ ആൻഡ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അതേപോലെ തന്നെ കണ്ടീഷനിൽ ഒന്നും വ്യത്യാസമുള്ളത്, ഡയറക്ഷൻ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, സെയിം ഡയറക്ഷൻ ആണെന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോൺ യൂണിഫോം എന്തായിരിക്കും പറയാം, നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് കവേഴ്സ് നോൺ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ സെയിം ഡയറക്ഷനോ എന്താണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനോ എന്തോ ആകാം, ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറയും. ഓക്കെ, അതാണ് യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റിയെ കുറിച്ച് പറയുന്നത്. കാർ എയും കാർ ബിയും പറയുന്നുണ്ട്. ആ കാർ എന്റെ കേസിൽ ഇത് ദ മാഗ്നിറ്റ്യൂഡ് നോർ ദ ഡയറക്ഷൻ ചേഞ്ചസ്. അവിടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചെയ്യുന്നില്ല, ചേഞ്ചസ് ചെയ്യുന്നില്ല, ഒരേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എൻ യൂണിഫോം വെലോസിറ്റിയിലാണ്. അതേമാതിരി യൂണിഫോം വെലോസിറ്റി ആണ് യൂണിഫോം സ്പീഡ് എന്ന് പറയാം. ഒരേ ഡയറക്ഷനിൽ തന്നെയല്ല പോകുന്നത്. അതിന് മാഗ്നിറ്റ്യൂഡ് വേണ്ട, ഇന്ന ഡയറക്ഷനിൽ കൂടെ പോകണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഡയറക്ഷനിൽ പോയാൽ നമുക്ക് അതിന് വെലോസിറ്റിയിൽ പകരം സ്പീഡിന് പകരം വെലോസിറ്റി ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നത് മാത്രം. ഓക്കെ, കാർ ബിന്റെ കേസിൽ എന്താണ്, കാർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് കൂടാം കുറയാം അതെ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നോൺ യൂണിഫോമിന്റെ കേസിലാണ് പറയുന്നത് അല്ലേ, നോൺ യൂണിഫോം ആണ്. അപ്പോൾ നമ്മൾ എന്താണ്, neither the magnitude nor the മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാം, അഥവാ ഡയറക്ഷനും ചേഞ്ച് ചെയ്യാം. ഡയറക്ഷനും വേണമെങ്കിൽ അങ്ങോട്ടോ ഒക്കെ മാറാം. ഡയറക്ഷനും ചേഞ്ച് ചെയ്യാം, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാം ഇവിടുത്തെ കേസിൽ. ഇനി സിന്റെ കേസിൽ എന്താണ്, ഇവിടുത്തെ കേസിൽ എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിക്കൊള്ളുന്നില്ല. വെലോസിറ്റി ഒരേ വെലോസിറ്റി തന്നെ പോകുന്ന സമയത്ത് ചില സമയത്ത് വരാം യൂണിഫോം വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നുണ്ട്, അത് അങ്ങനെയും വരാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഇസ് നോട്ട് ചേഞ്ച്, ഡയറക്ഷൻ ചേഞ്ചസ്. പക്ഷെ ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഒരേപോലെ തന്നെ പോകാം, പക്ഷെ എന്താണ്, അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെലോസിറ്റി ചേഞ്ചസ് ചെയ്യും. അപ്പോൾ നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് അത്. ഓക്കെ, എന്തുകൊണ്ടാണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലേ എന്താണ് യൂണിഫോം വെലോസിറ്റി ആവുള്ളൂ. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി കഴിഞ്ഞ് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ത്വരണം എന്ന് പറയും. ഓക്കെ, സോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇവിടുത്തെ കേസിൽ ഒരു ഗ്രാഫ് ഇതിങ്ങനെ ഗ്രാഫ് കണ്ടല്ലോ. നേരത്തെ കേസിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടുത്തെ കേസിൽ ഈ ആദ്യത്തെ കേസിൽ എ എന്ന പൊസിഷനിൽ 0 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ
5 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്, ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വെലോസിറ്റി അറ്റ് എ ഈസ് ഇനീഷ്യൽ വെലോസിറ്റി വെൻ വി കൺസിഡർ ദ ജേർണി. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ. എന്താണ്? കാറ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. എ നിന്ന് ബിയിലേക്ക് ആവുന്ന സമയത്ത് എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി? എന്താ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിലുള്ള ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. സ്റ്റാർട്ടിങ്ങിലുള്ള 0 അല്ലേ? അപ്പോൾ അവിടുത്തെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി ആണ് ബി, എ ബി അല്ലേ? എ ബിയിലാകുന്ന സ്ഥലത്തിന് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ആൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു സിക്കൽ ടു 5 മൈനസ് 0 സിക്കൽ ടു മീറ്റർ പെർ സെക്കൻഡ്. നേരെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി അവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കാം നോക്കാം. ജേണി 5 സെക്കൻഡ് മൈനസ് 0 സെക്കൻഡ് ഇസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 5 സെക്കൻഡ്. ഇനി അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഓർ ആക്സലറേഷൻ, അതായത് ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ, വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സലറേഷൻ. വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സലറേഷൻ. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞതും ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഫൈനൽ മൈനസ് ഇനീഷ്യൽ മാറിപ്പോയത്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ഇനി ചേഞ്ചിങ് ടൈം ആണ് കൊടുക്കുന്നത്. ചേഞ്ചിങ് ടൈം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടൈം, ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം എത്രയായിരിക്കും? അതായിരിക്കും ഇവിടെ കിട്ടുക. അത് രണ്ടും ഡിവൈഡ് ബൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ട് മീറ്റർ. ആക്സലറേഷൻ എന്ന് പറയുന്നത് നോക്കാം, മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത് ആക്സലറേഷൻ്റെ യൂണിറ്റ്. നോക്കാം, ബി സി എന്ന കണ്ടീഷനിൽ നിങ്ങൾ ഒന്ന് ഞാൻ പറയാം. ബി സി എന്ന കണ്ടീഷൻ നോക്കാം. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി അല്ല, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 10 മൈനസ് 5 ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ബി സിയിലെ എന്താണ് ടൈം എന്ന് പറയുന്നത് 10 മൈനസ് 5 ഈക്വൽ ടു 5 സെക്കൻഡ് തന്നെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പം എന്താണ് അവിടെ എന്താണ് 5/5 സെയിം കണ്ടന്റ് 5 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 5 is equal to 1 meter per second square ആണെന്ത് അവിടുത്തെ കേസിൽ ബി സിൻ്റെ കേസിൽ ഉണ്ടാകും. ഓക്കെ, ഇവിടുത്തെ കേസിൽ എന്താ? അതായത് CD എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനീഷ്യലും 10, ഫൈനലും 10. ഓക്കെ, അപ്പോൾ എന്താണ് 10 മൈനസ് 10 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഇവിടെ? 10. CD-ൻ്റെ കാര്യത്തിൽ 10 മൈനസ് ചേഞ്ച് ഇൻ വെലോസിറ്റി 10 മൈനസ് 10 എത്രയായിരിക്കും? 0. ഓക്കെ, എന്നാൽ ടൈം അവിടുന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ടൈം എത്രയാണ് ഉണ്ടാകുന്നത്? 15 മൈനസ് 5 ഈക്വൽ ടു 5 അല്ലേ? ഇപ്പോൾ 0/, അതായത് 0 ആണല്ലോ, 0/5 ഇസ് ഈക്വൽ ടു അഗെയിൻ 0 ആയിരിക്കും CD-ൻ്റെ കേസിൽ. ഇവിടുത്തെ കേസിൽ 0 വരാം. ഓക്കെ, DE എന്ന് പറയുന്ന കണ്ടീഷൻ ഇനീഷ്യലിൽ എത്രയാണ്? 10, ഫൈനൽ എത്രയാണ്? 6. അപ്പം 10 മൈനസ് 6 അല്ല വരിക, എപ്പോഴും എന്താണ്? ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. ഇങ്ങോട്ടാണ് വരിക. 6 മൈനസ് എത്രയാണ്? 6 മൈനസ് 10. 6 മൈനസ് 10 ഇസ് ഈക്വൽ ടു എന്താണ്? -4 ആണ്. ഇവിടെ മാറിപ്പോയത്, തെറ്റിപ്പോകാൻ ഏറ്റവും ചാൻസ് ഉണ്ട്. ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. 6 മൈനസ് 10 ഇസ് ഈക്വൽ ടു -4. ഇവിടെ എന്താണ്? 20 മൈനസ് 15 ഇസ് ഈക്വൽ ടു 5. ഓക്കെ, 6 മൈനസ് 4/5 ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. 4/5. ഓക്കെ, -4/5 ആയിരിക്കും ഇവിടെ ഉണ്ടാകുക അല്ലേ? അപ്പോൾ അടുത്ത നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. DE എന്നുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോഡി ഈസ് 0 whenever the body starts from rest. റെസ്റ്റിലാണെങ്കിൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി 0. ഒറിജിൻ ഒബ്ജക്റ്റ് ഈസ് സബ്ജക്റ്റ് ഫോർ ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിലൊക്കെ ആണെങ്കിൽ എന്താണ്? ഫ്രീ ഫാളിൻ്റെ കേസിൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. The final velocity is 0 when a body comes to rest. അതായത് ഒരു ബോഡി റെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അതെന്താണ്? ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് പറയും. ഓക്കെ, when a body is thrown up, the final velocity will be
സീറോ. ഫൈനൽ വെലോസിറ്റി വിൽ ബി സീറോ. അതായത് മുകളിലോട്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? സീറോ. ഇനീഷ്യൽ വെലോസിറ്റി മാക്സിമം ആവും കയ്യിൽ തൊടുന്നതിന് തൊട്ട് മുമ്പുള്ള. അതാണ് ഏറ്റവും വേഗതയിൽ വെലോസിറ്റി കൂടുതലുണ്ടാകും. കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ സീറോ ആയി മാറും. കൈ തൊട്ടുന്നതിന് തൊട്ട് മുമ്പുള്ളതാണ് ഫൈനൽ വെലോസിറ്റി മാക്സിമം കിട്ടുന്നത്. ഫൈനൽ വെലോസിറ്റി മാക്സിമം. വെലോസിറ്റി മിനിമം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ സീറോ ആയി വരും. ഓക്കെ, വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മനസ്സിലായല്ലോ. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ടോപ്പ് മോസ്റ്റിൽ എന്താണ് നമുക്ക് ദ ഫൈനൽ വെലോസിറ്റി വിൽ ബി സീറോ വെൻ ഇറ്റ് റീച്ചസ് ദ ടോപ്പ് മോസ്റ്റ്. ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് മോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഫൈനൽ വെലോസിറ്റി സീറോ ആവും. ഇപ്പോൾ ആക്സിലറേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അതായത് വെലോസിറ്റി ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ടൈം, അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ നമുക്ക് വെലോസിറ്റിയെ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. എന്താണ് വെലോസിറ്റിയെ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡിന് എന്താ പറയാം? സ്പീഡ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അതിനൊക്കെ ഡെഫിനിഷൻ അങ്ങനെ കൊടുക്കാം. ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം വി മൈനസ് യു. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയെയും യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയെയും അതിൻ്റെ ഇടയിലുള്ള ടൈം എന്ന് പറയും. ഇപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ ലെറ്റർ എ തന്നെ ഉപയോഗിക്കണം. അത് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ എ തന്നെയാണ്. ഓക്കെ, ആക്സിലറേഷൻ ഇസ് ദ വെക്ടർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താ? വി മൈനസ് യു ആണ്. വി മൈനസ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു വെലോസിറ്റിൻ്റെ അല്ലേ കിട്ടുന്നത്? വെലോസിറ്റി ബൈ ടൈമല്ലേ കൊടുക്കുന്നത്. അപ്പം വെലോസിറ്റി എന്താണ്? എന്തായാലും എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും എന്ത് ചെയ്യാം? ആക്സലറേഷൻ ഈസ് ആൾസോ വെക്ടർ ക്വാണ്ടിറ്റി. ആക്സലറേഷൻ ഈസ് ആൾസോ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇവിടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. റിട്ടാർഡേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഭൂമി സ്വയം അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട് അല്ലേ? ഭൂമി എല്ലാ വസ്തുക്കളും അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട് അല്ലേ? അപ്പം അതൊരു നിശ്ചിത ആക്സലറേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഭൂമി എന്ത് ചെയ്യുന്നത് നമ്മുടെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നത്. അത് ഗ്രാവിറ്റിയുടെ ഫലമായിട്ടാണ്. അപ്പം അങ്ങനെ കിട്ടുന്ന ആക്സലറേഷൻ പറയുന്ന പറയാണ്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന ആക്സലറേഷൻ. അങ്ങനെ തന്നെ എഴുതണം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന് നൊട്ടേറ്റ് ചെയ്യുന്നത് എ അല്ല, അതിന് പകരം സ്മോൾ ലെറ്റർ ജി. അപ്പം ആക്സലറേഷൻ റിട്ടീറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. എന്നാൽ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നൊട്ടേറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ജി ആണ്. ഓക്കെ, ഇനി അടുത്ത റിട്ടാർഡേഷൻ എന്ന് പറയും. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ എന്താണ്? കുറഞ്ഞു വരുന്ന കണ്ടീഷൻ. ആക്സലറേഷൻ എന്താണ്? കുറഞ്ഞ കണ്ടീഷൻ. എന്താ നോക്കാം? ഈ കണ്ടീഷൻ നോക്കാം. നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. ഇതാ ഈ കണ്ടീഷനിൽ നമ്മളെ നോക്കാം. ഇതാ ഇവിടുത്തെ കണ്ടീഷൻ നോക്കാം. ഡി ഇ എന്ന കണ്ടീഷനിൽ 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 6 മീറ്റർ പെർ സെക്കൻഡിലേക്ക് കുറയാണ്. എന്താണ്? വെലോസിറ്റി കുറയാണ്. അപ്പോൾ അങ്ങനത്തെ വെലോസിറ്റി കുറഞ്ഞു വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ കേസിൽ ഒരു നിശ്ചിത സമയത്തിനുള്ള വെലോസിറ്റി കുറഞ്ഞ് അങ്ങനെ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? റിട്ടാർഡേഷൻ എന്ന് പറയും. ഓക്കെ, റിട്ടാർഡേഷൻ. എന്താണ്? റിട്ടാർഡേഷൻ. ഒരു നിശ്ചിത ഇതിനെ എന്താണ് പറയാ? റിട്ടാർഡേഷൻ. നേരത്തെ കണ്ടീഷനിൽ അതാണ് റിട്ടാർഡേഷൻ എന്ന് പറയും. ഓക്കെ, മൈ നെയിം ഈസ് ചീറ്റ. ഒരു ചീറ്റയുടെ പ്രത്യേകത പറയാണ്. ഇത് കൂടിയാണ് ശ്രദ്ധിക്കുക. ചീറ്റയുടെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് ഇത് ചീറ്റ. ഓക്കെ, അതായത് ഡു യു നോ വാട്ട് മൈ സ്പീഡ് ഈസ്? 25 മീറ്റർ പെർ സെക്കൻഡ് ടു 30 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 25 മീറ്റർ പെർ സെക്കൻഡിനും 30 മീറ്റർ പെർ സെക്കൻഡിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡിലാണ് ഈ ചീറ്റ സഞ്ചരിക്കുന്നത്. മൈ സ്പീഡ് ചേഞ്ചസ് ഫ്രം 0 to 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 2 സെക്കൻഡ്. അതായത് 2 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യും? 0 20 മീറ്റർ പെർ സെക്കൻഡിലേക്ക് വേഗത കൈവരിക്കാൻ എന്ത് ചെയ്യും? ഈ ചീറ്റയ്ക്ക് കഴിവുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങളിലൊക്കെ പഠിക്കാനുള്ളത്. പിന്നെ ഒരു ടോപ്പിക് കൂടി ഉണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾസ് ആണ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എത്ര ഓരോന്നിൻ്റെയും മോട്ടോർ വെഹിക്കിൾസിന് എത്ര സ്പീഡാണ്, സ്പീഡ് ലിമിറ്റുകളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്നാണ്. പിന്നെ ഇതാണ് കളർ കൊടുത്തിട്ടുണ്ട്. റെഡ് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. എന്താണ്?
റെഡ് കളറാണെന്ത് നമ്മളെ സ്റ്റോപ്പ് എന്നുള്ളത്. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ എന്തായി സംഭവിക്കും, തൊട്ട് ഇനിയിപ്പോൾ തൊട്ട് ഇതിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം എന്നുള്ള രീതിയിലേക്ക് അടുത്ത സിഗ്നൽ കിട്ടാൻ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറപ്പെടാം. ഇതൊക്കെ അറിയാം, ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുറപ്പെടാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വേറെ വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Please watch, share, subscribe and click bell icon for further use. Thank you. Please follow our Telegram channel.